വന്നത്. അപ്പം ഞാനിങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും തെറ്റ് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടൊന്നും ഇവന് ശരിയാകുന്നില്ല. അന്ന് വെച്ചാൽ ഒരു ദിവസം ഇവൻ ഞങ്ങളുടെ വീടിൻ്റെ സ്റ്റെപ്പേന്ന് ഉരുണ്ടടിച്ച് താഴെ പോയി. ഇവനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും ഇല്ലാണ്ട് പോവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടും പോവരുതെന്ന്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇവൻ്റെ റൂമിൽ ചെന്ന് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ കിടന്നുറങ്ങുക. എന്നുവെച്ചാൽ ഞാൻ അപ്പുറത്തെ റൂമിലോട്ട് പോയ വഴിക്ക് ഇവൻ എങ്ങനെ എണീറ്റ് പോയി എന്ന് ദൈവം തമ്പുരാനെ അറിയുള്ളൂ. ഇവൻ എണീറ്റ് സൈഡിൽ പോയി നിന്ന് ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എനിക്കൊന്നൊരു 10-12 സ്റ്റെപ്പ് ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് ഇവൻ ഉരുണ്ടടിച്ച് താഴെ പോയി. ഇവൻ്റെ തലയുടെ ബാക്ക് സൈഡ് ഇത്രയും ഭാഗം പൊട്ടി, അവൻ്റെ ആ ക്യാവർനോമ ഇരിക്കുന്ന സ്ഥലം തന്നെ പൊട്ടി. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ എടുത്ത് അടുത്തുള്ളൊരു ക്ലിനിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടറോട് ഇതുപോലെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇട്ട് തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കുട്ടീനെ നിങ്ങൾ കാണിക്കുന്ന അവിടെ എത്തിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ കൊണ്ടുവന്നിട്ട് ആ വഴിക്ക് വന്ന് വീട്ടിലോട്ട് കയറി ആ വഴിക്ക് വന്ന് പോകുന്ന വഴിക്കെല്ലാം ഞാൻ മാതാവിനോട് നമ്മുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നാ ചെയ്യണമെന്നൊരു പിടുത്തമില്ലല്ലോ. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു.